വാഗ്ദാന പെരുമഴയുമായി LDF-ഉം UDF-ഉം നവകേരള പൂർത്തീകരണത്തിന് 60 ദിന പരിപാടിയെന്ന് LDF. 50% സ്ത്രീകൾക്കും കേരളത്തിൽ പഠനം പൂർത്തിയാക്കുന്നവർക്കും തൊഴിൽ. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്ന് LDF-നൊപ്പം UDF-ഉം. സ്ത്രീകൾക്ക് സൗജന്യ യാത്രയും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും UDF വാഗ്ദാനങ്ങൾ. സ്ഥാനാർത്ഥി നിർണയത്തിൽ മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി. വനിതാ ലീഗ് ദേശീയ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് നുർബിന റഷീദ്. നേതൃത്വത്തിന് രൂക്ഷ വിമർശനം. വിയോജിപ്പുണ്ടെങ്കിലും പാർട്ടി വിടില്ലെന്നും പ്രതികരണം. പരസ്യ വിമർശനം അച്ചടക്ക ലംഘനമെന്ന് PM സലാം. വിശദീകരണം തേടിയ ശേഷം തുടർ നടപടി. വോട്ട് ചോദിച്ചെത്തിയ രമേശ് പിഷാരടിയെ BJP പ്രവർത്തകർ തടഞ്ഞതിൽ വ്യാപക പ്രതിഷേധം. രമേശ് പിഷാരടിക്ക് ഐക്യദാർഢ്യവുമായി LDF സ്ഥാനാർത്ഥി NMR റസാഖ്. പാലക്കാടിന്റെ സംസ്കാരത്തിന് ചേർന്ന പ്രവൃത്തിയല്ലെന്ന് വിമർശനം. ന്യായീകരിച്ച് ശോഭ സുരേന്ദ്രൻ. We are in this military operation, so powerful, so brilliant, against one of the most powerful countries for 32 days. And the country has been eviscerated and essentially is really no longer a threat. They were the bully of the Middle East, but they're the bully no longer. ഇറാനെതിരായ യുദ്ധം നിർത്തില്ലെന്ന് ട്രംപ്. 3 ആഴ്ച കൂടി യുദ്ധം തുടരും. ധാരണയിലെത്താൻ തയ്യാറായില്ലെങ്കിൽ ഇറാനെ ശിലായുഗ സാഹചര്യത്തിലേക്ക് എത്തിക്കും. ലക്ഷ്യം എണ്ണയല്ല, മേഖലയിൽ സമാധാനം ഉറപ്പിക്കലാണെന്നും ട്രംപ്. ട്രംപിന്റെ വാർത്താ സമ്മേളനത്തിന്റെ പ്രതിഫലനം വിപണിയിലും. തകർന്നടിഞ്ഞ് ഓഹരി വിപണി. സെൻസെക്സ് 1400 പോയിന്റ് ഇടിഞ്ഞു. ക്രൂഡ് ഓയിൽ വിലയിൽ കുതിപ്പ്. Booster ignition. Ends next. Good roll pitch. 54 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യൻ ചന്ദ്രനിലേക്ക്. ആർട്ടിമസ് 2 വിക്ഷേപിച്ചു. മനുഷ്യരുമായി ഓറിയോൺ പേടകത്തിന്റെ ആദ്യ യാത്ര. ആദ്യ ഭ്രമണപഥം ഉയർത്തൽ വിജയമെന്ന് നാസ. ഇന്തോനേഷ്യയിൽ വൻ ഭൂചലനം. ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ്, മലേഷ്യ തീരങ്ങളിൽ സുനാമി മുന്നറിയിപ്പ്. പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് 1000 കിലോമീറ്റർ അകലെ വരെ സുനാമി സാധ്യത. രഞ്ജിത്തിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസ്. അതിക്രമം നടന്ന കാരവൻ പോലീസ് കണ്ടെത്തി. CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ ശ്രമം. സിനിമാ സെറ്റിൽ ഉണ്ടായിരുന്നവരുടെ അടക്കം മൊഴിയെടുക്കും. യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ സ്മരണ പുതുക്കി ക്രൈസ്തവർ. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനയും കാൽകഴുകൽ ശുശ്രൂഷയും.